നമ്മൾ എനർജി ഡയഗ്രാം വരച്ചിട്ട് സെൻട്രൽ ഫോഴ്സ് മോഷൻ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുമെന്നാണ് നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞത്. അതിൻ്റെ സിമ്പിൾ എക്സാമ്പിളാണ് ആദ്യം പറയുന്നത്. അപ്പോൾ ഇത് ഇന്നലെ ഞാൻ പറഞ്ഞ എക്സാമ്പിളാണ് സെൻട്രൽ ഫോഴ്സ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ഫ്രീ പാർട്ടിക്കിൾ മോഷൻ. അപ്പോൾ ഒന്നുകൂടി ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് എങ്ങനെ എനർജി ഡയഗ്രാം വരക്കാം, അത് വെച്ച് ഈ മോഷൻ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാമെന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ടു നോൺ ഇൻട്രാക്റ്റീവ് പാർട്ടിക്കിൾസ് M1 ആൻഡ് M2 മൂവ് ടുവാർഡ്സ് ഈച്ച് അതർ വിത്ത് വെലോസിറ്റീസ് V1 ആൻഡ് V2 റെസ്പെക്റ്റീവ്ലി. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട് നോൺ ഇൻട്രാക്റ്റീവ് പാർട്ടിക്കിളാണ്. M1 M2 തമ്മിൽ യാതൊരു ഇൻട്രാക്ഷനും ഇല്ല, ഫ്രീ പാർട്ടിക്കിൾസ് ആണ്. പിന്നെ അവയുടെ വെലോസിറ്റി V1 ആൻഡ് V2 ആണ്. രണ്ടും ആൻറ്റി പാരലലായിട്ടാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ടു ബോഡി സിസ്റ്റമാണ്. അപ്പോൾ ഇവിടെ നമുക്കിവിടെ റിലേറ്റീവ് വെക്റ്റർ ഇവിടെ ഡിഫൈൻ ചെയ്യാം. നമ്മൾ മുമ്പ് റിലേറ്റീവ് വെക്റ്റർ റെഡ്യൂസ്ഡ് മാസിൻ്റെ പറഞ്ഞ സമയത്ത് അവിടെ റിലേറ്റീവ് വെക്റ്റർ M1 M2നെയും M1നെയും കണക്ട് ചെയ്യുന്ന വെക്റ്റർ വരച്ചിരുന്നു. അപ്പോൾ അത് നമ്മൾ ഈ ടു ബോഡി സിസ്റ്റത്തിൽ വരക്കുക, എന്നാലും നമുക്ക് റെഡ്യൂസ്ഡ് മാസിൻ്റെ ടേമിലെല്ലാം എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഇവിടെ വരക്കുന്നുണ്ട്. M2ൽ നിന്ന് M1ലേക്കാണ് വരക്കേണ്ടത്. അങ്ങനെയാണ് നമ്മളത് അന്ന് ഡിഫൈൻ ചെയ്തത്. ഓക്കെ, അപ്പോൾ R ഈസ് ഈക്വൽ ടു ഇതാണെന്ത് വെക്റ്റർ R, റിലേറ്റീവ് വെക്റ്റർ. ഓക്കെ, ഈ റിലേറ്റീവ് വെക്റ്ററിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? എവിടുന്നാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇവിടെ നിന്നാണ്, M2ൽ നിന്നാണ്. എവിടെയാണ് എൻഡ് ചെയ്യുന്നത്? M1ൽ നിന്നാണ്. അപ്പോൾ ഒരു വെക്റ്റർ എങ്ങനെ വരയ്ക്കുക? അപ്പോൾ ഒരു വെക്റ്ററിനെ നമ്മൾ ഇതിൽ അതിൻ്റെ ഫൈനൽ പോയിൻറ്റിൻ്റെ പൊസിഷൻ വെക്റ്റർ മൈനസ് ഇനീഷ്യൽ പോയിൻറ്റിൻ്റെ പൊസിഷൻ വെക്റ്റർ. അപ്പോൾ M1ൻ്റെ പൊസിഷൻ വെക്റ്റർ R1 അത് നാളത്തെ അതിൽ പറഞ്ഞിട്ടുണ്ട്. R1 എന്നാണ് പറയുക. R1 മൈനസ് R2. ഓക്കെ, അപ്പോൾ R1 ഇവിടെ ഇപ്പോൾ ഒരു കോർഡിനേറ്റ് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ പൊസിഷൻ വെക്റ്റർ R1 ആണ്, ഇതിൻ്റെ R2 ആണ്. അപ്പോൾ R1 മൈനസ് R2 ആയിരിക്കും R. അതൊന്നും പറയാനില്ലല്ലോ. അങ്ങനെയാണ് ഈ വെലോസിറ്റി ചെയ്താണെങ്കിൽ ഈ റിലേറ്റീവ് വെക്റ്ററിൻ്റെ വെലോസിറ്റി V, അതിന് നമുക്ക് V0 എന്ന് വിളിക്കാം. V ഈസ് ഈക്വൽ ടു V1. എല്ലാ ഭാഗത്തും ടൈം ഡെറിവേറ്റീവ് എടുക്കുക. അപ്പോൾ V1 മൈനസ് V2. V1 കോൺസ്റ്റൻ്റ് ആണ്. അത് നമ്മൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. V1 ഇൻട്രാക്ട് ചെയ്യുന്നില്ല, അപ്പോൾ യൂണിഫോം വെലോസിറ്റിയിലാണ് ഇങ്ങോട്ടും പോകുന്നത്. അപ്പോൾ V1 മൈനസ് V2 ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. V1 കോൺസ്റ്റൻ്റ് ആണ്, V2 കോൺസ്റ്റൻ്റ് ആണ്. സ്വാഭാവികമായിട്ടും ഈ റിലേറ്റീവ് വെക്റ്ററിൻ്റെ വെലോസിറ്റി ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ അതെന്താണ്? അതിനെ നമ്മൾ V0 എന്ന് വിളിച്ചു. ഓക്കെ, ആ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട്. ഇനി ഈ സിസ്റ്റത്തിൻ്റെ റെഡ്യൂസ്ഡ് മാസ് ഏതാണ്? മ്യൂ ഈസ് ഈക്വൽ ടു M1 M2 ബൈ M1 പ്ലസ് M2. ഇനി നമുക്ക് എനർജി ഡയഗ്രാം വരക്കണം. എനർജി ഡയഗ്രാം വരക്കാൻ നമുക്ക് എന്താ വേണ്ടി? U എഫക്റ്റീവ് കണ്ടെത്തണം. നമ്മൾ എനർജി ഡയഗ്രത്തിൽ പൊസിഷൻ്റെ ഫംഗ്ഷനായിട്ട് ഇവിടെ പൊസിഷൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ R വേഴ്സസ് എനർജിയാണ്. അതിലിപ്പോൾ എനർജിയിൽ ഇവിടെ നമ്മൾ U എഫക്റ്റീവിൻ്റെ ഗ്രാഫ് വരക്കണം. അതെങ്ങനെ കിട്ടുന്നത് അത് വരയ്ക്കുക. U എഫക്റ്റീവ് എങ്ങനെയാണോ അത് വരയ്ക്കുക. പിന്നെ ടോട്ടൽ എനർജിയുടെ ഗ്രാഫ്, അത് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും. അപ്പോൾ അത് നമുക്ക് വരച്ച് നോക്കണം. അപ്പോൾ U എഫക്റ്റീവ് എന്താണെന്ന് എഴുതണം ഇവിടെ. U എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ വട്ടം പറഞ്ഞതാണ്. U എഫക്റ്റീവ് എന്താണ്? L² ബൈ 2 മ്യൂ R² പ്ലസ് U ഓഫ് R. മ്യൂ ആണിത്, മ്യൂ R. പിന്നെ U ഓഫ് R എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും തമ്മിലുള്ള പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ ഇവ തമ്മിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഒന്നും ഇല്ല, അതുകൊണ്ട് F ഓഫ് R ഈസ് ഈക്വൽ ടു 0 ആണ്. പിന്നെ പൊട്ടൻഷ്യൽ എനർജി കാണൽ ശരിക്കും എന്താണ്? എങ്ങനെയാണ്? നമ്മൾ ഈ F ഓഫ് Rനെ ഇൻ്റഗ്രേറ്റ് ഒക്കെ ചെയ്തിട്ടാണ്. അപ്പോൾ ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷൻ 0 ആണെങ്കിൽ പിന്നെ പൊട്ടൻഷ്യൽ എനർജി അവ തമ്മിൽ ഈ സിസ്റ്റത്തിന് പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവില്ല. F ഓഫ് R 0 ആണെങ്കിൽ മാസുകൾ തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുന്നില്ലെങ്കിൽ ഫോഴ്സ് 0 ആണ്. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജിയും 0 ആണ്. അപ്പോൾ U ഓഫ് R 0 ആണ്. അപ്പോൾ ഈ ടേം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് അതിനെ മായ്ച്ച് കളയാം. ഇപ്പോൾ U എഫക്റ്റീവിൻ്റെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ L² ബൈ 2 മ്യൂ R²ൻ്റെ ഗ്രാഫ് വരയ്ക്കാം. ഇനി നമുക്ക് ടോട്ടൽ എനർജി എഴുതാം. ടോട്ടൽ എനർജി ഇപ്പോൾ U എഫക്റ്റീവിൻ്റെ ഒരു ഫംഗ്ഷൻ കിട്ടി, പക്ഷേ ഇവിടെ ആംഗുലാർ മൊമെൻറ്റം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ടോട്ടൽ എനർജി എഴുതുന്നത്. ടോട്ടൽ എനർജി E ഈസ് ഈക്വൽ ടു ഹാഫ് മ്യൂ R². നമ്മൾ ടോട്ടൽ എനർജീൻ്റെ എക്സ്പ്രഷൻ പറഞ്ഞതാണ്, പ്ലസ് U എഫക്റ്റീവ്. അത് ഇതാണെങ്കിൽ ഹാഫ് മ്യൂ R² പ്ലസ് U എഫക്റ്റീവ് എന്നുള്ളത് L² ബൈ 2 മ്യൂ R². ഇപ്പോൾ മ്യൂ ആംഗുലാർ മൊമെൻറ്റം എന്താണെന്ന് നമ്മൾ മുമ്പ് പറഞ്ഞതാണ്. L ഈസ് ഈക്വൽ ടു മ്യൂ R² തീറ്റ ഡോട്ട്. അതുകൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എന്തായി മാറും? ഹാഫ് മ്യൂ R² പ്ലസ് ഹാഫ് മ്യൂ R² തീറ്റ ഡോട്ട് സ്ക്വയർ.
ഇത് ഇത് ശരിക്കും എന്തുതന്നെയാണ്, ഇത് നമ്മളെ പോളാർ കോർഡിനേറ്റിൽ നിന്ന് നമ്മൾ ഡയറക്റ്റ് ടോട്ടൽ കൈനറ്റിക് എനർജി കണ്ടെത്തിയപ്പോൾ അത് തന്നെയാണിത്. ഹാഫ് മ്യൂ ആർ ഡോട്ട് സ്ക്വയർ പ്ലസ് ഇവിടെ ഹാഫ് മ്യൂ കോമൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ആർ സ്ക്വയർ തീറ്റ ഡോട്ട് സ്ക്വയർ. നമ്മൾ മുമ്പ് ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് കിട്ടിയ അതേ എക്സ്പ്രഷനാണ്. ഇതെന്ന് പറഞ്ഞാൽ എന്താ, പോളാർ കോർഡിനേറ്റിലെ ടോട്ടൽ വെലോസിറ്റി, അതായത് വെക്റ്റർ ആറിൻ്റെ ഡി ആർ ബൈ ഡി ടി ഉണ്ടല്ലോ, വെക്റ്റർ റിലേറ്റീവ് വെക്റ്ററിൻ്റെ ടോട്ടൽ വെലോസിറ്റിയാണിത്, പോളാർ കോർഡിനേറ്റിലെ വെലോസിറ്റി. ഇത് റേഡിയൽ കമ്പോണൻറ്റ്, ഇത് ടാൻജൻഷ്യൽ ആംഗുലാർ കമ്പോണൻറ്റ്, തീറ്റക്ക് കറസ്പോണ്ടിങ് ആയ കമ്പോണൻറ്റ്. അതായത് ഇത് നമ്മൾ മുമ്പ് ഈ ഇതിനെങ്ങനെ റെപ്രസെൻ്റ് ചെയ്തത്, ഇതെന്താണ്, ഹാഫ് മ്യൂ പിന്നെ ഇത് വെക്റ്റർ ആറിൻ്റെ ഡോട്ടാണിത്, അതിൻ്റെ വെലോസിറ്റിയാണ്, അതിൻ്റെ കമ്പോണൻ്റാണിത്. അതായത് അതിൻ്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് എഴുതി വെച്ചതല്ല, ഇതിൻ്റെ വെലോസിറ്റി V0ൻ്റെ സ്ക്വയറാണ് ശരിക്കത്. ശരിക്കും ഇത് പോളാർ കോർഡിനേറ്റിലെ വെലോസിറ്റിയാണ്, അതാ പറഞ്ഞത്, അത് എത്രയേ ഉള്ളൂ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്താം, V0 സ്ക്വയർ എന്ന് എഴുതാം. V0 സ്ക്വയർ എന്ന് പറഞ്ഞാൽ V0 എന്ന് പറഞ്ഞാൽ ആർ ഡോട്ട്, V0 സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആർ ഡോട്ട് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ തീറ്റ ഡോട്ട് സ്ക്വയർ. വേറെ V0 എന്ന് പറഞ്ഞാൽ എന്താണ്, ആർ ഡോട്ട് ആർ ക്യാപ്പ് പ്ലസ് ആർ തീറ്റ ഡോട്ട് തീറ്റ ക്യാപ്പ്. ഇതിനെ V0 ഡോട്ട് V0 എടുക്കുകയാണ്, അപ്പോഴാണ് ഇത് കിട്ടുക. ഓക്കെ, നമ്മൾ കുറേ ആയിട്ട് റിപ്പീറ്റ് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ ടോട്ടൽ എനർജി ഇങ്ങനെ എഴുതാം. അപ്പോൾ ഇതിൽ ടോട്ടൽ എനർജീൻ്റെ ഒരു എക്സ്പ്രഷനാണിത്, നമ്മൾ ഇവിടെ നിന്നാണ് തുടങ്ങിയത്. അപ്പോൾ ടോട്ടൽ എനർജിയുടെ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ടേമിലുള്ള എക്സ്പ്രഷനാണിത്, ഇതിനെ ഇക്വേഷൻ 2 എന്ന് വിളിച്ചു. ഇത് V0ൻ്റെ ടേമിലുള്ള എക്സ്പ്രഷനാണ്, ഇതിനെ 3 എന്ന് വിളിച്ചു. അപ്പോൾ V0 നമുക്ക് കിട്ടാൻ പണിയൊന്നുമില്ല, കാരണം നമുക്ക് V1ഉം V2 തന്നിട്ടുണ്ട്, അതിൻ്റെ ഡിഫറൻസ് എടുത്താൽ V0 കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഇതും ടോട്ടൽ എനർജിയാണ്, ഇതും ടോട്ടൽ എനർജിയാണ്, രണ്ട് ഇക്വേറ്റ് ചെയ്യാം. ഹാഫ് മ്യൂ ആർ ഡോട്ട് സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ബൈ 2 മ്യൂ ആർ സ്ക്വയർ, അല്ല സോറി പ്രശ്നമില്ല. ഹാഫ് മ്യൂ ആർ ഡോട്ട് സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ബൈ 2 മ്യൂ ആർ സ്ക്വയർ ഈക്വൽ ടു ഹാഫ് മ്യൂ V0 സ്ക്വയർ. ഇതിലിപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് കിട്ടിയത്. ഇനി നമുക്കൊരു കണ്ടീഷൻ ഉണ്ട്, എന്താണ്, ഇവിടെ ഇപ്പോൾ ഇതിങ്ങനെ ഇങ്ങോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇതിങ്ങനെ ഇങ്ങോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ആറ് ഇങ്ങനെ ചെറുതായി വരും. ആദ്യം ആറ് ഇങ്ങനെ ചെറുതായി വരും, പിന്നെ ഈ ഒരു പോയിന്റിലെത്തുമ്പോൾ ഇത് ഈ ഒരു പോയിന്റിലെത്തും, ഇത് ഈ ഒരു പോയിന്റിലെത്തും. അപ്പോൾ ഇത് ആറ് എന്തായിരിക്കും, ആർ ഈസ് ഈക്വൽ ടു ബി ആയിരിക്കും. പിന്നെ എന്ത് ചെയ്യും, ഇതിങ്ങോട്ട് പോകും, പിന്നെ ആറ് അഗൈൻ ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. അതായത് ആറിൻ്റെ ചേഞ്ച് ചെറുതായി വരും, പിന്നെ ആറ് എന്ത് ചെയ്യും, ആറ് ഇങ്ങനെ കുറയും, ആദ്യം ആറ് ഇങ്ങനെ കുറയും, പിന്നെ ആറ് കൂടാൻ തുടങ്ങും. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൊരു പോയിൻ്റ് ഉണ്ട്, ഈ പോയിന്റിലെത്തുമ്പോൾ ആറിൻ്റെ ചേഞ്ച് 0 ആയിരിക്കും. ഈ ആറിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഉണ്ടല്ലോ, അതിൻ്റെ ചേഞ്ച് 0 ആയിരിക്കും. കുറവെന്ന് കൂടുമ്പോൾ അതിൻ്റെ ഇടയ്ക്കൊരു ചേഞ്ച് 0 ആവുന്ന ഒരു പോയിൻ്റ് വേണമല്ലോ, എന്നിട്ടല്ലേ കൂടാൻ പാടുള്ളൂ. അപ്പോൾ ആർ ഡോട്ട് ഈക്വൽ ടു 0 ആണ്. അതായത് ആർ ഈക്വൽ ടു ബി, ആർ ഡോട്ട് ഈസ് ഈക്വൽ ടു 0. അവിടെ നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ആ ഒരു കണ്ടീഷൻ കൊടുക്കുക, അറ്റ് ആർ ഡോട്ട് ഈസ് ഈക്വൽ ടു 0, അറ്റ് ആർ ഈക്വൽ ടു ബി, ആർ ഡോട്ട് ഈക്വൽ ടു 0 ഇംപ്ലൈസസ് ഇവിടെ നമ്മൾ മൊത്തമായിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. ഹാഫ് മ്യൂ ആർ ഡോട്ടിൻ്റെ അവിടെ 0 എന്ന് കൊടുക്കുക, സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ബൈ 2 മ്യൂ ആറിൻ്റെ അവിടെ ബി സ്ക്വയർ ഈക്വൽ ടു ഹാഫ് മ്യൂ ഇത് പിന്നെ കോൺസ്റ്റൻ്റ് ആണല്ലോ V0 സ്ക്വയർ. അപ്പോൾ ഇതിൽ നമുക്ക് ഈ ടേം ഉണ്ടാവില്ല, 0 അല്ലേ. അപ്പോൾ എൽ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇങ്ങനെ കിട്ടും, എൽ ഈസ് ഈക്വൽ ടു ഇതിങ്ങനെ വെട്ടാളതൊക്കെ വെട്ടി റീഅറേഞ്ച് ചെയ്താൽ മ്യൂ ബി V0 എന്ന് കിട്ടും. V0 നമുക്ക് ആദ്യം അറിയുന്നതാണ്, V1 മൈനസ് V2 ചെയ്യുമ്പോഴാണ് V0 കിട്ടുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് കിട്ടുക. അത് നമുക്ക് യു എഫക്റ്റീവിൽ എല്ലിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. യു എഫക്റ്റീവ് ഫ്രം 1 ഇക്വേഷൻ 1 യു എഫക്റ്റീവ് ഈസ് ഈക്വൽ ടു എൽ സ്ക്വയർ ബൈ 2 മ്യൂ ആർ സ്ക്വയർ. എല്ലിൻ്റെ അവിടെ ഇത് കൊടുക്കുക, അപ്പോൾ എന്ത് മ്യൂ സ്ക്വയർ ബി സ്ക്വയർ V0 സ്ക്വയർ ബൈ 2 മ്യൂ ആർ സ്ക്വയർ. V0 എന്ന് പറഞ്ഞാൽ വെക്റ്റർ V0
അതിന് V0 കിട്ടാൻ V0² കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? V0² കിട്ടാൻ വെക്റ്റർ V0 ഡോട്ട് അഗൈൻ വെക്റ്റർ V0. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് V0² കിട്ടുക. ഓക്കെ, അപ്പോൾ യു എഫക്റ്റീവ് കിട്ടി. അപ്പോൾ ഇതിനെ റീഅറേഞ്ച് ചെയ്താൽ ഇതിന് വെട്ടാനുള്ള ഒരു മ്യൂ ഇവിടെ പോവും അതും കൂടി ചെയ്താൽ ഹാഫ് മ്യൂ V0² B²/R² എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് യു എഫക്റ്റീവ്. അപ്പോൾ ഇതിൽ മ്യൂ കോൺസ്റ്റൻ്റ് ആണ്, V0 കോൺസ്റ്റൻ്റ് ആണ്, B കോൺസ്റ്റൻ്റ് ആണ്, അത് ആറിൻ്റെ ഫംഗ്ഷനാണ്. ടോട്ടൽ എനർജി നമുക്കൊരു ഒരു കോൺസ്റ്റൻ്റ് ഉണ്ടാവും. ടോട്ടൽ എനർജി ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇനി നമുക്ക് എനർജി ഡയഗ്രാം വരക്കാം. എനർജി ഡയഗ്രാം വരക്കാൻ വേണ്ടി ആദ്യം ഒരു ആക്സിസ് ചൂസ് ചെയ്യുക, എന്നിട്ട് വരക്കുക. അപ്പോൾ ഈ എക്സ് ആക്സിസിൽ എന്താ വേണ്ടി? പൊസിഷൻ. നമ്മൾ ആറിൻ്റെ ഫംഗ്ഷനായിട്ടാണ്, അതായത് ആ റിലേറ്റീവ് വെക്റ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡിൻ്റെ ഫംഗ്ഷനായിട്ട് 6. ഇവിടെ എനർജി. അപ്പോൾ യു എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജിയാണ്, അതും എനർജിയാണ്. ഇനി ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ അതും എനർജിയാണ്. അപ്പോൾ എനർജീൻ്റെ യു എഫക്റ്റീവിൻ്റെ ഗ്രാഫ് എങ്ങനെ ആയിരിക്കും വരിക? ഇതൊക്കെ കോൺസ്റ്റൻ്റ് ആണ്. 1/R² മാത്രമേ ഇവിടെ ഒരു ഫംഗ്ഷനായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ 1/R² ഒരു കോൺസ്റ്റൻ്റായിട്ട് ഗുണിച്ചത്, അപ്പോൾ 1/R² ഒരു ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ഗ്രാഫ് ആയിരിക്കും. അപ്പോൾ അത് എങ്ങനെ വരിക? 1/R² ഗ്രാഫ് എങ്ങനെ? ഈ ഭാഗത്ത് ഭയങ്കര ഇൻക്രീസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ 1/R² ഗ്രാഫ് വരക്കുക. അപ്പോൾ എങ്ങനെ ആയിരിക്കും? ഇങ്ങനെ ആയിരിക്കും, ഇങ്ങനെ ഗ്രാഫ് ഉണ്ടാവും. ഇതിൻ്റെ യു എഫക്റ്റീവിൻ്റെ ഗ്രാഫ്. യു എഫക്റ്റീവ്. ഈ ടോട്ടൽ എനർജി ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ കോൺസ്റ്റൻറ്റിൻ്റെ ഗ്രാഫ് സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും. നമുക്ക് ആ ടോട്ടൽ എനർജീൻ്റെ വരക്കാം. വേറെ കളർ ചൂസ് ചെയ്യാം. ഗ്രീന് ചൂസ് ചെയ്തു. ഈ ടോട്ടൽ എനർജി ഇവിടെ വരക്കാം. ടോട്ടൽ എനർജി ഇത് ടോട്ടൽ എനർജി കോൺസ്റ്റൻ്റ് ആയതുകൊണ്ടാണ് നമ്മൾ സ്ട്രൈറ്റ് ലൈൻ വരച്ചത്. ഇനി ഓരോ പോയിന്റിൽ ഇവിടെ ഈ ഒരു പോയിന്റിലെ മോഷൻ എങ്ങനെ ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓരോ പോയിന്റിൽ നമുക്ക് മോഷൻ അനലൈസ് ചെയ്യാൻ പറ്റും. ഈ ഒരു പോയിന്റിൽ ഈ ഒരു ഡിഫറൻസ് ആയിരിക്കും. ഇതാണ് ഇ. കൈനറ്റിക് എനർജി എന്താ? നമ്മൾ മുമ്പ് പറഞ്ഞു. ടോട്ടൽ എനർജി ഇ ഈസ് ഈക്വൽ ടു എന്താണ്? ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് മ്യൂ R.² പ്ലസ് യു എഫക്റ്റീവ് ആണ്. ഇതെന്താണ്? റേഡിയൽ കോൺട്രിബ്യൂഷൻ ഓഫ് കൈനറ്റിക് എനർജിയാണ്. റേഡിയൽ കൈനറ്റിക് എനർജിയാണ്. അതായത് ഈ റേഡിയസ് വെക്റ്റർ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുന്ന അതിന് കറസ്പോണ്ടിങ് ആയ കൈനറ്റിക് എനർജി. ആ കൈനറ്റിക് എനർജി റേഡിയൽ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഇ മൈനസ് യു എഫക്റ്റീവ്. ഇതിനെവിടെ നിർത്തുകയാണെങ്കിൽ ഇത് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഇ മൈനസ് യു എഫക്റ്റീവ്. അപ്പോൾ ഇ മൈനസ് യു എഫക്റ്റീവ് ഇതാണ് ഈ ഒരു പോയിന്റിലെ കൈനറ്റിക് റേഡിയൽ കമ്പോണൻറ്റ് ഓഫ് കൈനറ്റിക് എനർജി കാണണമെങ്കിൽ ഈ പോയിന്റിലെ ഇ എടുക്കുക, ഈ പോയിന്റിലെ യു എഫക്റ്റീവ് എടുക്കുക, അതിൻ്റെ ചേഞ്ച് കാണുക. അപ്പോൾ ഇതായിരിക്കും കൈനറ്റിക് എനർജി. യു മൈനസ് ഇ എഫക്റ്റീവ് ഇ മൈനസ് യു എഫക്റ്റീവ്. അപ്പോൾ ഈ ഡിഫറൻസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇത് ഇവിടെ എത്തുന്നതോറും ഡിഫറൻസ് കുറയും, കാരണം യു എഫക്റ്റീവ് കൂടി വരിക. ഈ പോയിന്റിലാവുമ്പോൾ കൈനറ്റിക് എനർജി കുറഞ്ഞു, ഇത്രേ ഉള്ളൂ. ഈ പോയിന്റിലാവുമ്പോൾ കൈനറ്റിക് എനർജി വീണ്ടും കുറയും, ഇത്രേ ഉള്ളൂ. ഈ ഒരു പോയിന്റിലാവുമ്പോൾ ഈ പോയിൻ്റാണ് ഇ ഈസ് ഈക്വൽ ടു യു എഫക്റ്റീവ് ആണ്. ഈ പോയിന്റിൽ കൈനറ്റിക് എനർജി എന്തായിരിക്കും? ഇ മൈനസ് യു എഫക്റ്റീവ് വിൽ ബി 0. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല, കാരണം ഇതിൻ്റെ അപ്പുറത്ത് യു എഫക്റ്റീവ് ഗ്രേറ്റർ ദാൻ ഇ ആണ്. അതുകൊണ്ട് ഇ മൈനസ് യു എഫക്റ്റീവ് എന്തായിരിക്കും? ലെസ് ദാൻ 0 ആയിരിക്കും. അതായത് കൈനറ്റിക് എനർജി ലെസ് ദാൻ 0 ഈസ് നോട്ട് പോസിബിൾ. കൈനറ്റിക് എനർജി നെഗറ്റീവ് ആയിരിക്കും. ഇവിടെ നെഗറ്റീവ് കൈനറ്റിക് എനർജി പോസിബിൾ അല്ല, അതുകൊണ്ട് മോഷൻ ഇങ്ങോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഈ R ഈക്വൽ ടു R0 മിനിമം പൊസിഷൻ. മോഷൻ ഈസ് ബൗണ്ടഡ് ഫ്രം ലോ. മോഷൻ R ഹാസ് എ മിനിമം വാല്യൂ. R0ക്കാൾ താഴേക്ക് പോകാൻ പറ്റില്ല. ഇത് ഒറിജിനാണ്. ഇതിനേക്കാൾ താഴത്തേക്ക് പോയാൽ കൈനറ്റിക് എനർജി നെഗറ്റീവ് ആവും, വിച്ച് ഈസ് നോട്ട് അലൗഡ്. കൈനറ്റിക് എനർജി ഈസ് നെഗറ്റീവ് ഈസ് നോട്ട് അലൗഡ്. നെഗറ്റീവ് kinetic energy is not allowed. Therefore motion R will be always greater than or equal to R0. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ മോഷൻ പറയാൻ പറ്റും. മോഷൻ നോക്കി പറയാൻ പറ്റും. നമ്മുടെ മോഷൻ എങ്ങനെയാണ്? ആദ്യം ഇങ്ങനെ ഇങ്ങനെ ചെറുതായി വരും, പിന്നെ ഒരു മിനിമം വാല്യൂ എത്തും, പിന്നെ ഇങ്ങനെ കൂടും, ഇങ്ങോട്ടും പോകുമ്പോൾ. അപ്പോൾ മിനിമം വാല്യൂ അതിനേക്കാൾ ചെറുതാവില്ലല്ലോ.
ആ പോയിൻ്റാണ് ശരിക്കും ഈ ഗ്രാഫിൽ നോക്കിയാൽ ഈ പോയിൻ്റ് r=r0. അപ്പോൾ ഇവിടുത്തെ കണ്ടീഷൻ നമുക്ക് എഴുതി വെക്കാം. k = u E minus u effective which is always greater than or equal to 0. കാരണം കൈനറ്റിക് എനർജി ഷുഡ് ബി പോസിറ്റീവ്. അപ്പോൾ നമുക്ക് ഈ മോഷനെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? r കുറയുന്നതിനനുസരിച്ച് കൈനറ്റിക് എനർജി കുറയും. അങ്ങനെ ഒരു കൈനറ്റിക് എനർജി മിനിമം 0 ആവുന്നൊരു പോയിൻ്റ് എത്തും. പിന്നെ എന്ത് ചെയ്യും? പിന്നെ അതിനേക്കാൾ ചെറുതാൻ പറ്റില്ല, പിന്നെ അത് തിരിച്ച് പോവും. അപ്പോൾ r പിന്നെ കൂടുമ്പോൾ കൈനറ്റിക് എനർജി ഇങ്ങനെ കൂടും. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ നോക്കിയിട്ടേ പറയാൻ പറ്റും. ആദ്യം r ഇങ്ങനെ ചെറുതാവും, അപ്പോൾ അതിനനുസരിച്ച് ഈ റേഡിയൽ ചേഞ്ചിൻ്റെ കൈനറ്റിക് എനർജി കുറയും. അതിന് കറസ്പോണ്ടിങ് ആയ മോഷന് കൈനറ്റിക് എനർജിക്ക് 2 കമ്പോണൻ്റ് ഉണ്ട്, റേഡിയൽ ആയിട്ടുണ്ട്, ആംഗുലാർ ആയിട്ടുണ്ട്. കാരണം നമ്മൾ പോളാർ കോർഡിനേറ്റിലാണ് മോഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ആറാണിത്, തീറ്റയാണ്. അപ്പോൾ ഈ ലെങ്ത്ത് റേഡിയൽ ആയിട്ടുള്ള ലെങ്ത്ത് മാറുന്നതിനനുസരിച്ച് അതിന് കറസ്പോണ്ടിങ് ആയ കൈനറ്റിക് എനർജിയാണ് നമ്മളിവിടെ പറയുന്നത്. ആംഗുലാർ കമ്പോണൻറ്റ് യു എഫക്റ്റീവിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഇപ്പോൾ ഈ റേഡിയൽ വെക്റ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുന്നതിന് കറസ്പോണ്ടിങ് ആയ കൈനറ്റിക് എനർജിയാണ്. അപ്പോൾ ഇതിങ്ങനെ ആദ്യം ഇങ്ങനെ ആ കൈനറ്റിക് എനർജി എന്ത് ചെയ്യും? കുറഞ്ഞ് വരും. ഒരു പർട്ടിക്കുലർ പോയിൻ്റ് ആകുമ്പോൾ നേരെ ആവും. ആ സമയത്ത് കൈനറ്റിക് എനർജി 0 ആവും. ഒന്ന് ജസ്റ്റ് r.0 ആവും. ആ സമയത്താണ് ഈ കൈനറ്റിക് എനർജി 0 ആവുന്നത്. പിന്നെ r. അഗൈൻ ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് മോഷൻ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുക. ഈ പോയിൻറ്റിൻ്റെ പ്രത്യേകത നോക്കിയാൽ r.=0 ആണ്. അതായത് മോഷൻ ഈസ് നോ റേഡിയൽ മോഷൻ. ഈ പോയിന്റിൽ റേഡിയൽ മോഷൻ ഇല്ല. പിന്നെന്താ ഉള്ളത്? ഫുള്ള് പ്യുവർലി ടാൻജൻഷ്യൽ. ഈ ഒരു പോയിന്റ് കണ്ടെത്താൻ r0 കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി? E = u effective എന്ന് കൊടുത്താൽ മതി. ഫോർ ഫൈൻഡിങ് r0 കണ്ടെത്താൻ എന്ത് ചെയ്യുക? E = u effective. അപ്പോൾ പോയിന്റിൽ E = u effective അല്ലേ? ഈ എന്താണ്? ടോട്ടൽ എനർജി ½ μv02. നമ്മളിവിടെ എഴുതിയില്ലേ? ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റൻ്റ് ആണ്, അത് ഇതാണ്. അതെന്ന് പറഞ്ഞാൽ ആ പോയിന്റിലെ യു എഫക്റ്റീവിന് ഈക്വലാണ്. അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. = എന്താണ്? μv02 b²/r². ആ പോയിന്റിൽ r0 എന്ന് കൊടുക്കാം നമുക്ക്. അങ്ങനെ നമുക്ക് r0 എന്താണെന്ന് കിട്ടും. അപ്പം ഇതിലൊക്കെ ഒരേപോലെ കട്ട് ചെയ്യാൻ പലതും ഉണ്ട്. ഉണ്ട്, ഇവിടെ ഉണ്ട് v02 ഉണ്ട്, ½ ഉണ്ട്, ഒക്കെ വെട്ടിപ്പോയാൽ r0 = b. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എന്താണ്? ഈ സെപ്പറേഷൻ ഡിസ്റ്റൻസ് ആണ് എന്ത്? ആ റേഡിയൽ കൈനറ്റിക് എനർജി 0 ആവുന്ന പോയിന്റ്. ഓക്കെ, മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം. തൽക്കാലം എന്തൊക്കെയാണ് ഒഴിവാക്കാം. ആ പാർട്ടിക്കിൾ ഇങ്ങനെ വരും. പാർട്ടിക്കിൾ എന്ത് ചെയ്യും? ഇങ്ങനെ വരും. ഇങ്ങനെ വന്ന് ആ പാർട്ടിക്കിൾ എന്ത് ചെയ്യും? ഇങ്ങനെ വന്ന് ഇവിടെ ഇങ്ങനെ വന്ന് ഇവിടെ തട്ടുമ്പോൾ എന്ത് ചെയ്യും? ബൗൺസ് ബാക്ക് ചെയ്യും. അതായത് കൈനറ്റിക് എനർജി ഇവിടെ എത്തുന്നതോറും ഇങ്ങനെ കുറഞ്ഞ് ഇവിടെ എത്തി 0 ആവും. പിന്നെ തിരിച്ചിങ്ങോട്ട് പോകും. അഗൈൻ കൈനറ്റിക് എനർജി കൂടാൻ തുടങ്ങും. അപ്പോൾ ഇങ്ങനെ ബൗൺസ് ബാക്ക് എന്ന് പറയാം. ഇവിടെ നമുക്ക് ബൗൺസ് ബാക്ക്. ആ പാർട്ടിക്കിൾ ഈ പൊട്ടൻഷ്യൽ ബാരിയറിനെ സെൻട്രിഫ്യൂഗൽ പൊട്ടൻഷ്യൽ ബാരിയറിന്മേൽ തട്ടിയിട്ട് ബൗൺസ് ബാക്ക് ചെയ്യും. ദ പാർട്ടിക്കിൾ വിൽ ബൗൺസ് ഓഫ് ദ ബാരിയർ ഓഫ് എഫക്റ്റീവ് പൊട്ടൻഷ്യൽ.